ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി, ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും തല്ല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ലിജോയുടെ തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിലെടുക്കും എന്നെനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ സിനിമ കാണുന്നു, നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാം, ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. ലിജോ പറഞ്ഞത്, ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നാണ്. ലിജോയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി, ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും തല്ല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ലിജോയുടെ തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട്, ഓഡിയൻസിലുണ്ട്. ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രമേ ഇറക്കുന്നുള്ളൂ, വേൾഡ് വൈഡ്. ഞങ്ങൾ ഇതിനു മുന്നേ സിനിമ ജനഗണമന 4 ഭാഷയിൽ ഇറക്കി, 4 ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ്. അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടുള്ളൂ. ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റു ഭാഷക്കാരും ഈ സിനിമ കാണാനെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇറക്കുന്ന സിനിമയാണ്. ഇപ്പം ജനഗണമന എന്തുകൊണ്ട് ആ ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ പറയാനാണ്. മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കിയടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണുന്നു എന്നുള്ള വിദ്യാധാരണയൊന്നുമില്ല. നമ്മളൊക്കെ മലയാളികളല്ല, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കിയടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സംവിധായകൻ്റെ വാക്കാണ്. ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലകുനിച്ചു പോകേണ്ടി വരും. ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീസർ ഈ PVന് ഇറക്കിയത്. ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് ഇന്നലെ ഡിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും PVയും പറഞ്ഞു, ഇത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് സിനിമയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ലിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ലിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. സോ അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ലിജോ അതിനെല്ലാം ഷാരിസും പ്രിപ്പയറാണ്. അപ്പോൾ കൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്.